ഹായ് ഡിയേഴ്സ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗുരുവായൂർ പോവാട്ടോ. ഞാനുണ്ട്, അമ്മയുണ്ട്, അമ്മുണ്ട്, താനിയുണ്ട്, ഏട്ടനുണ്ട്, അഭിയേട്ടനുണ്ട്, ലേയുണ്ട്, പൊന്നൂസുണ്ട്, കുഞ്ഞിപ്പെണ്ണുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയാൾ അഭിയേട്ടൻ്റെ വണ്ടിയിലാട്ടോ അപ്പോൾ കുറേ കഴിഞ്ഞ പോലെ തീരുമാനിച്ചത് ഇപ്പോൾ അറിഞ്ഞൂടാ. ഈ ഇൻട്രോ എടുക്കുന്ന സമയത്തും അറിഞ്ഞൂടെ പോകാൻ പറ്റുമെന്ന്. കാരണം എപ്പോൾ മുടക്കാം. അതുകൊണ്ട് പോയാൽ പോയിട്ടുണ്ടെങ്കിൽ എന്താ ഡ്രസ്സെല്ലാം മാറ്റി പാക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കി. ഇനി എന്നാ ഫുഡ് ഇപ്പോൾ ഒരു 11:30 റെഡിയാവാനാണ് പറഞ്ഞത്. എന്നും അങ്ങനെ വണ്ടി വന്നില്ല. ഇനിയിപ്പോൾ എത്ര മണിക്കാണ് പോകുന്നതെന്നറിയില്ല. നമ്മൾ ചോറെല്ലാം പാക്ക് ചെയ്ത് വെച്ച് ഇനി ഇവിടെ തന്നെ തിന്നിട്ട് പോകേണ്ടി വരുമോ അതും അറിഞ്ഞൂടാ. നോക്കാം. നമുക്കൊരു പോകുന്നേരം ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ല. അത് ഇത്ര നേരവും വന്നിട്ടില്ല. കാരണം അല്ലെങ്കിൽ തലേ ദിവസം ഉറക്കൊന്നും ഇല്ലാതെ ഉണ്ടാകുക. പക്ഷെ ഇത് നന്നായിട്ട് ഉറങ്ങുകയും ചെയ്തതിന് രാവിലെ വരെ പോവോ ഇല്ലയോ അങ്ങനത്തെ ഒരു കൺഫ്യൂഷനിലാണ് ഉള്ളത്. കാരണം മഴയുണ്ട്, അങ്ങനെ ചെറിയ നല്ല മഴയാണ്. കണ്ണൂർ നല്ല മഴയാണ്. തൃശ്ശൂർ മഴയുണ്ടോയെന്നൊന്നും അറിഞ്ഞൂടാ. കണ്ണൂർ നല്ല മഴയുണ്ട്. അപ്പോൾ പോവോ ഇല്ലയോ ഒന്നും അറിഞ്ഞൂടാത്തതുകൊണ്ട് കുളിച്ച് സെറ്റായി ഡ്രസ്സെല്ലാം മാറി എല്ലാ സാധനവും പാക്ക് ചെയ്ത് ഇനി പോവുക വേണ്ടു. അപ്പോൾ അങ്ങ് എത്തട്ടെ എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഒരു ചെറിയൊരു തോന്നലുണ്ട് ശ്രീരാകൃഷ്ണനെ കാണാൻ പോവാൻ. ഞാൻ പണ്ടേ പോയതാണ് ചെറുതിൽ. അല്ലാണ്ട് ഇപ്പോൾ ഒന്നും അടുത്തൊന്നും ചെറുതിലെന്ന് പറഞ്ഞാൽ ചെറുതിൽ അല്ലാണ്ട് എൻ്റെ ഓർമ്മയിൽ ഞങ്ങൾക്ക് അത്ര ഓർമ്മ. അടുത്ത് തലശ്ശേരിയിൽ നിന്ന് ബസ് ഇറങ്ങിയാൽ മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. അത് എപ്പോൾ എന്നാന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ചെറുതിലാണ്. ഞാനുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്. അച്ഛൻ്റെ KSRTCയിൽ ബസ്സിൽ പോയതാട്ടോ. അന്നേരം ഓരോ കൊല്ലം ഓരോ സ്ഥലത്ത് പോകാനുള്ള അവസരമുണ്ട്. അങ്ങനെ പോയതാണ്. അമ്മമ്മ, ഞാൻ, അച്ഛനമ്മ, അമ്മൂട്ടി, അമ്മമ്മ, ഇത്ര 5 ആളായിട്ട് പോയതാണ്. പിന്നെ അതിന് ശേഷം ഇപ്പോൾ ആട്ടോ പോകുന്നത്. കഴിഞ്ഞ കൊല്ലം തീരുമാനിച്ചിരുന്നില്ല. കഴിഞ്ഞ കൊല്ലം പോകാമെന്നെല്ലാം പറഞ്ഞ് തലേന്നൊക്കെ ഗംഭീരം തൃശ്ശൂർ വള്ളംകേരി ഗുരുവായൂർ വള്ളംകേരി എന്നെല്ലാം പറഞ്ഞിട്ട് ആ സമയത്ത് പോകാമെന്ന് വിചാരിച്ചു. അതിന് ശേഷം ഇങ്ങനെ ഓരോ പ്രാവശ്യം പോകാമെന്നവർ എന്തെങ്കിലും മുടക്കം വരും, പിന്നെയും പോകാമെന്നവർ മുടക്കം വരും. അതെന്നാ സംഭവം എന്നറിയില്ല. അവിടെ പോകാൻ മാത്രം ഇതുവരെ പറ്റാണ്ടായിട്ടുള്ളൂ. ദൈവം സഹായിച്ച് ഇന്ന് പോകാൻ പറ്റട്ടെ, ഒരു തടസ്സവും ഇല്ലാണ്ട് പോകാൻ പറ്റട്ടെ എന്നുള്ള ഇതിലുള്ള. അപ്പോൾ ഇനി വണ്ടിയിൽ നിന്ന് കാണാട്ടോ. എന്നും എത്തിയില്ല. 1 മണിയാകാനായി. എന്നും 11:30 എന്ന് പറഞ്ഞിട്ട് 1 മണിയായി. ഇനി എപ്പോൾ വണ്ടിക്കൽ വരിക എന്നറിയില്ല. നമ്മളെല്ലാവരും ഡ്രസ്സെല്ലാം മാറ്റി താനിക്ക് മാത്രം പാവാട ഇട്ട് കൊടുക്കണം. കുറച്ച് കഴിഞ്ഞിട്ട്, അല്ലാണ്ട് പെരക്കി കളിയില്ല. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇടാമെന്ന് വെച്ചിട്ട് ബാക്കിയെല്ലാം ഓളും കുളിച്ച് സെറ്റായി സുന്ദരിയായി എല്ലാം ഉള്ളത്. അപ്പോൾ ഇനി വന്നിട്ട് വണ്ടീൻ്റെ ഉള്ളിൽ നമ്മൾ ഏട്ടൻ്റെ വണ്ടിയിലാട്ടോ പോകുന്നത്. അപ്പോൾ ആ വണ്ടിയിൽ ഉള്ള ലഗേജും വണ്ടിയും എല്ലാവരും എല്ലാമായിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ആടെ റൂമൊന്നും നമ്മൾ ബുക്ക് ചെയ്തിട്ട് ഒന്നുമില്ല. പോകുന്നുള്ള ഇതില്ലാത്തതുകൊണ്ട് റൂം ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല. ഇനി അവിടെ പോയിട്ട് തപ്പിപ്പിടിച്ച് എങ്ങനെയാണ് അവിടെ പോയി കാണുക ഒരു സംഭവം അറിഞ്ഞൂടാ. പോവുക, കാണുക, നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം, അത്രയേ ഉള്ളൂ. ആ ഒരു ഇതല്ലാണ്ട് എനിക്ക് ഒന്നും പറയാൻ അറിഞ്ഞൂടാ. കാരണം ഞാൻ ഇതുവരെ അങ്ങനെ പോയിട്ടില്ല ഗുരുവായൂർ. പോയിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. ഇതൊന്നും അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഓരോരോ വിശേഷങ്ങൾ പറയാം കേട്ടോ. ഫോണിൽ ചാർജ് എന്തായാലും വേണം. നോക്കാം, നമുക്ക് ഫുൾ ചാർജെല്ലാം ആക്കിയിട്ട് വണ്ടിയിലേക്ക് കയറുക. നോക്കാം, നമുക്ക് അവിടെ എത്തുന്നവരെ കുറച്ചായിട്ട് ഞാൻ എടുക്കാം. അപ്പോൾ നമുക്ക് ഗുരുവായൂരേക്ക് പോയാലോ? ബാബ. അപ്പം നമ്മുടെ ബാഗെല്ലാം സെറ്റായി പുറത്തെല്ലാം വെച്ച് കുപ്പിയും വെള്ളമെല്ലാം എടുത്ത്
ഒരു ഏകദേശം എല്ലാം സെറ്റായി. അപ്പോഴത്തേക്ക് ഏട്ടൻ വന്ന് നമ്മളത് ആ വണ്ടിയിൽ കയറി. കയറുന്നൊന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ എല്ലാവരും ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മൂത്തച്ഛനുണ്ട്. മൂത്തച്ഛൻ വരുന്നത് നമ്മൾ അറിയില്ലേ. അപ്പം പെട്രോൾ അടിക്കാൻ കയറി. പെട്രോൾ ഇത് നോക്കുന്നതല്ലേ, ജസ്റ്റ് അവിടെ മഴ കാണിക്കാൻ ഇതെടുത്തതാ. നോക്കുമ്പോൾ പെട്രോൾ അടിക്കുന്ന ഏപ്പ്. അപ്പം മാഹിൻ തന്നെയാണ് കേട്ടോ പെട്രോൾ അടിച്ചത്. അപ്പം പൊന്നൂസ് കാര്യമായിട്ട് കുറച്ച് സാധനങ്ങൾ കൊണ്ടതിന്. ചോക്ലേറ്റ്, പുളി, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഓളെ കയ്യിലുണ്ട്. അപ്പം ഇത് മധുരപ്പുളിയാട്ടോ. ഏട്ടൻ എവിടെയോ പോയത് എനിക്ക് ഓർമ്മയില്ല, ബാംഗ്ലൂർ എവിടെയോ പോയാലും കൊണ്ടുവന്നത്. നല്ല മധുരമുണ്ട് പുളിയുമുണ്ട്, നല്ല അടിപൊളി ടേസ്റ്റ്. അപ്പം അമ്മ വന്ന പാടെ തന്നെ കയറി കിടന്നതാ. ആ കവറിൽ ഫുള്ള് ഓരോന്നുണ്ട് കേട്ടോ. അപ്പം ഇതിങ്ങനെ ഇടക്കിടക്ക് ഞാൻ ചോദിക്കുന്നുണ്ട്, പൊന്നൂസേ ഇനി ഉണ്ടോ, പൊന്നൂസേ ഇനി ഉണ്ടോ. അത് നോക്കുമ്പോൾ അടുത്ത ബദാം, പിസ്ത ഇതെല്ലാം കയ്യിൽ വെച്ചിട്ടാണ് നമ്മൾ നടക്കുന്നത്. നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നല്ല മഴയുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല മഴയുണ്ട്. അപ്പോൾ ഓരോരുത്തർ സൈഡായി. പൊന്നൂസ് സൈഡായി, ഞാനും സൈഡാകാനായി. ഉറക്ക് വരുന്നുണ്ട്. പിന്നെ താനിയും ഉണ്ടല്ലോ അരിയത്ത്. അപ്പോൾ അമ്മയും ഉറങ്ങി. പൊന്നൂസും അമ്മ നല്ല ഉറക്കം. അമ്മക്ക് കാലിന് സുഖമില്ലാത്തതുകൊണ്ട് കാലെല്ലാം നീട്ടി വെച്ചിട്ടാട്ടോ ഇരിക്കുന്നത്. പോകുന്ന വഴിക്ക് ചിപ്സില്ലേ, ചിപ്സെല്ലാം ഉണ്ടാക്കുന്ന കടയിൽ കയറിയിട്ട് ചിപ്സ്, കിഴങ്ങ് വറുത്ത, വേറൊരു മഞ്ഞൊരു മുട്ട ബിസ്ക്കറ്റില്ലേ, അതെല്ലാം വാങ്ങിയിട്ട് അത് ചടപടയെ തീർന്നേനെ, എല്ലാവരും അടിയേനു. അപ്പം അതെല്ലാം തിന്ന് താനി ചിപ്സും കൈ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. വീഡിയോയിൽ ചിരിച്ചോട് നിൽക്കുക. പക്ഷേ ഇതത്ര എനിക്ക് ചിപ്സ് അത്ര ഇഷ്ടമായിട്ടില്ല. പക്ഷേങ്കിൽ കിഴങ്ങ് വാർത്തയില്ലേ നല്ല അടിപൊളിയാണ്. നമ്മൾ പാക്കറ്റ് കിട്ടുന്ന ചിപ്സ്, ഞാനതാ അമ്മേനോട് പറയുന്നത്, ചിപ്സ് എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം പോലെ. എന്നാൽ സംഭവം എന്നറിയില്ല, നമ്മൾ സാധാരണ കഴിക്കുന്നതിനെക്കാട്ടും എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം. എനിക്ക് മാത്രമേ, ബാക്കി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇത് അങ്ങോളം വരെ കുറച്ച് ഓരോന്ന് തിന്നലാണ്. അല്ലാണ്ട് സമയം പോകുന്നില്ല വണ്ടിയിൽ. പൊന്നൂസ് ഉറക്കം കഴിഞ്ഞിട്ടില്ല, ഓളത് ഇവിടെ എടുത്ത് വെച്ചിന്. പിന്നെ എല്ലാവരും കൈയിട്ട് വരലായി. കാരണം പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഭയങ്കര വിശപ്പും. പിന്നെ ബ്ലോക്കാണെങ്കിൽ ഒന്നും പറയണ്ട, മഴയും ബ്ലോക്കും കണ്ട ബ്ലോക്കാന്ന് നോക്കിയ ഫുള്ള്. ഇതെവിടെ എത്തിയതെന്നറിയില്ല, ഫുള്ള് കോഴിക്കോടോ അങ്ങനെ ഇങ്ങനെ. പൊന്നൂസ് എണീറ്റ് ഭയങ്കര ഷീക്കിലുള്ള അവൾ. അപ്പം നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ എത്രയോ കാലമായി ഗുരുവായൂർ പോയിട്ട്. അപ്പോൾ പണ്ടെപ്പോ പോയതാണ്, അതുകൊണ്ട് എന്തെന്നാന്നും ഒരു തിരിപാട് കിട്ടുന്നില്ല. നമ്മളിവിടുന്ന് ചർച്ച ചെയ്യുന്ന വേഗം പോയി രാത്രിക്ക് പോയിട്ട് ദർശനം കിട്ടി തിരിച്ച് ഇങ്ങ് വന്ന് രാവിലെ പിന്നെയും പോവാം. അങ്ങനത്തെ എല്ലാം സെറ്റപ്പിലാണ് നമ്മൾ പോകുന്നത്. പിന്നെ നമ്മൾ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ നമ്മൾ ഫോണിൽ നോക്കലും പിടിക്കലും അങ്ങനത്തെ ഒരു തിരക്കിലുമാണ്. അപ്പം താനി കണ്ട ചിപ്സ് കയ്യിൽ പിടിച്ചിട്ട് ആർക്കും കൊടുക്കുന്നില്ല. ഓളതാന്നാൻ പറഞ്ഞിട്ട് ആർക്കും കൊടുക്കുന്നില്ല. ഇങ്ങനെ പോവാന്നല്ലാണ്ട് ചായ കുടിക്കേണ്ട ഇത് വന്നിട്ട് നമ്മൾ നോക്കുന്നുണ്ട് ചായപ്പിടിയ. പക്ഷേ ഇങ്ങനെ ഇത് ഹൈവേ പോലത്തെ ആയതുകൊണ്ട് എവിടെ അങ്ങനെ പെട്ടെന്നൊന്നും നിർത്താനും കഴിയില്ലല്ലോ. അപ്പം കുറച്ചും കൂടി പോട്ടെ എന്നിങ്ങനെ പറയാമെന്നല്ലാണ്ട് എവിടെ നിർത്തുന്നേയും കാണുന്നില്ല. ഓരോ ചായ സ്പോട്ടിൽ കാണുമ്പോൾ ഇതിന്ന് ഫുൾ സാധനം ഉണ്ടെന്ന് പറയുക. പക്ഷേ അങ്ങ് എത്തിക്കഴിഞ്ഞാലോ അറിയാം, അവസാനം എത്തുകയോ ഒന്നുമില്ലാത്ത സ്ഥലത്തും. അങ്ങനെയാണ് ഉണ്ടാവുക, എപ്പോഴും അങ്ങനെയാണ് ഉണ്ടാവുക. ഇത് ഇങ്ങനെ ഏതോ ഒരു പാലത്തിൻ്റെ മേലിൽ കൂടിയാന്ന് തോന്നുന്നു പോകുന്നത്. നമുക്ക് എല്ലാവർക്കും ബാത്റൂം മൂത്രമൊഴിക്കാനെല്ലാം മുട്ടിയിട്ട് നമ്മൾ വണ്ടി നിർത്തി, ഒരു പെട്രോൾ പമ്പിൽ വണ്ടി നിർത്തി. ഞാൻ വീഡിയോ എടുക്കുന്നതായിട്ട് പൊന്നൂസ് പാഞ്ഞും വന്ന് വീഡിയോയിൽ നിന്നിട്ടുണ്ട്.
എൻ്റെ താനിക്കുട്ടി ഇത് പാഞ്ഞു വരുന്ന് സുന്ദരിക്കോത. അപ്പം അതെല്ലാം കഴിഞ്ഞ് ആടെ ഒരു ചായ സ്പോട്ട് ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ക്ഷീണമായി. എല്ലാവരും സൈഡായിരുന്നു, താനി സൈഡായി. അപ്പം ഇങ്ങനെ മഴയാണെങ്കിൽ നല്ല മഴയും. നമ്മളൊരു ചായ സ്പോട്ടിൽ എത്തി കേട്ടോ, ഇവിടെ തന്നെയുള്ള. അപ്പോൾ നല്ല അടിപൊളി ചായ കേട്ടോ, ചായയുണ്ട്, കാപ്പിയുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഗുരുവായൂർ ബാക്കിയൊന്നും എടുത്തിട്ടില്ല. ഗുരുവായൂർ ശടപടി എത്തി. നമ്മളെ റൂമാട്ടോ ഇത്, നമുക്ക് എല്ലാവർക്കും കൂടിയിട്ടുള്ള സെപ്പറേറ്റ് റൂമൊന്നും എടുത്തിട്ടില്ല. ഇനിയൊന്നുമില്ല, ജസ്റ്റ് അമ്പലത്തിൽ പോകാമെന്നെല്ലാം വിചാരിച്ചിന്, നോക്കുമ്പോൾ ഒന്നും നടന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാട്ടാ ഒരു 2200 2500 2000 അത്രയാറ്റ ഇതിന് റേറ്റ് വന്ന്. 2 ബെഡുണ്ട്, 2 കട്ടിലും ഇതായിട്ട്. അപ്പം നമ്മളെല്ലാവരും കുളിച്ച് സെറ്റായി. താനിക്കുട്ടി സുന്ദരിയായി. ഞാനിതാ വേസ്റ്റും ഉണ്ടല്ലോ എങ്ങനെയല്ലോ മാടി കുത്തിയിട്ടുണ്ട്. അമ്മ ചുരിദാറാണ് ഇട്ട്, ഞാൻ ലേയും വേസ്റ്റും ഉണ്ടും സെറ്റായി. അമ്മും ചുരിദാർ ഇട്ട്. താനിക്കുട്ടി ഇതാ സുന്ദരി മോളായിട്ട്. ഇത് എൻ്റെ ഫ്രണ്ട് തന്നതാണ് ഡ്രസ്സ്, അഷിത. അപ്പം അന്നേരം വലുത്, ഇപ്പം വലുത് തന്നെയാണ്, പക്ഷെ ഞാൻ ഇന്ന് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇങ്ങനെയുണ്ട്, രണ്ടാൾ സുന്ദരിയായിന. ഞാൻ ഉടുത്തത് ഏലാണോ എന്നൊന്നും അറിയില്ല. ഇത് താനീൻ്റെ 28 വിളിക്കുള്ള വേസ്റ്റുമുണ്ട്, അതിന് ശേഷം ഇപ്പം ഇടുന്നത് സുന്ദരിയായിട്ടില്ല. അപ്പോൾ അമ്മയുടെ ഇരുന്ന്, നമുക്ക് നല്ല കാല് വേദനയുണ്ട്, അമ്മയുടെ ഇരുന്ന്. അപ്പോൾ നമ്മുടെ മുല്ലപ്പൂ എല്ലാം വാങ്ങിനെ, പക്ഷെ ഒന്നും കുട്ടികളുടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം അവിടെ ഫോൺ വെക്കേണ്ടതുകൊണ്ട് ഇതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. മുല്ലപ്പൂ എല്ലാം ചൂടി കളിച്ച് തിമിർക്കുക ചെയ്ത്, കാരണം അത്രയും നല്ല സന്തോഷത്തോടെ കളിച്ച് നോക്കുമ്പം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അത് ഭയങ്കര സങ്കടമായിപ്പോൾ. ഒരു വീഡിയോ എടുത്തിട്ടില്ല. തിരിച്ച് വരുമ്പോഴത്തേക്ക് ഒരു കോലം കെട്ടി, കാരണം ഭയങ്കര ക്ഷീണമായി ഒരുപാട്. ഇതിപ്പോൾ നമ്മളൊരു 11:30 അങ്ങ് എത്തുന്നത്. നമ്മൾ വിചാരിച്ച് വേഗം കഴിയുമായിരിക്കും, 2:30-3 മണിക്ക് നട തുറക്കുമല്ലോ, അപ്പോൾ വേഗം കഴിയുമായിരിക്കും. എന്ത് വേഗം കഴിയൽ, ഏതാ ക്യൂസ്. നമ്മൾ സംക്രമത്തിൻ്റെ അന്നാണ് പോയത്, അതും ഞായറാഴ്ച. ഇവിടെ കഥകളിയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കഥകളി തന്നെയാന്ന് തോന്നുന്നു, കഥകളി തന്നെ. അതെല്ലാം കുറച്ചെടുത്ത്, പിന്നെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. നമ്മൾ 8 മണിയായതിന് തിരിച്ച് എത്തുമ്പോൾ കണ്ടിട്ടെത്തും. ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ തട്ടിയിട്ട് വേണ്ടേ. സത്യം ഞാൻ എന്തോ ഒരു ഭയങ്കര സങ്കടം പോലെ. കാരണം 11 മണി, രാത്രി 11 മണി തൊട്ടിട്ട് 8-8:30 വരെ കാത്തു നിന്ന്, ഒരു ഫോൺ എടുക്കാൻ പറ്റൂല, ഒന്നും ചെയ്യാൻ പറ്റൂല. എന്തോ ഒരു ഏലുകേട്. ഇനി വേഗം ഡ്രസ്സെല്ലാം മാറ്റി പല്ല് തേക്കണം, ജസ്റ്റ് ഒന്ന് കുളിക്കണം. ഭയങ്കര തലക്കടി കിട്ടിയ പോലെ ഫ്രഷായിട്ട് ഇനി ഫുഡ് കഴിക്കാൻ പോകണം. പിന്നെ അതിന് മുമ്പേ നമ്മൾ അതിൻ്റെ തൊട്ടപ്പുറത്തൊരു അമ്പലമില്ലേ, ഏതാ അമ്പലം എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇവിടെ ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ അവിടെ പോകണം എന്നുള്ളൊരു ഇതുണ്ടെന്ന് തോന്നും. അപ്പോൾ നമ്മൾ അവിടത്തേക്ക് പോകാൻ നോക്കല. ഇവിടുന്ന് ഗുരുവായൂരിൻ്റെ തൊട്ടപ്പുറം. അപ്പോൾ അമ്മയും സൈഡായി. അമ്മ എന്താണെന്ന് വെച്ചാൽ കുറേ സമയം കഴിഞ്ഞിട്ടാട്ടോ നമ്മളൊപ്പരം ജോയിൻ ചെയ്ത് നമ്മൾ നിന്ന് അമ്മ അവിടെ ഇരുന്ന്. അപ്പോൾ നമ്മൾ ആദ്യം ഫുഡ് കഴിച്ചു. ഇന്നലെ രാത്രിക്ക് വേറെ ചായ അല്ലാണ്ട് വേറെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മളെല്ലാവരും മസാല ദോശയായിട്ടാണ് പറഞ്ഞത്. താനിക്ക് നെയ് റോസ്റ്റ്, താനിക്കും കുഞ്ഞിപ്പെണ്ണിനും കൂടിയിട്ട് ഒരു നെയ് റോസ്റ്റ്. അത് പൊന്നൂസ് അവളെ അച്ഛൻ്റെ പൂരി എടുത്തിട്ട് സൈഡാക്കി. അതെ, ഈ മമ്മിയൂരില്ലേ ഇവിടെയാട്ടോ നമ്മൾ പോകണമെന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ പോയി. അപ്പം ഇത് ആൽമരവും മാവും കൂടി ഒന്നിച്ചിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇതെന്നാ ഐതിഹ്യമൊന്നും എനിക്കറിഞ്ഞൂടാ. അപ്പം അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പിന്നെ നമ്മളൊന്നും കണ്ടിട്ടൊന്നുമില്ല. ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന്
അപ്പോൾ ഒന്ന് എന്തെങ്കിലും സാധനം വാങ്ങാമെന്നെല്ലാം വിചാരിച്ചിട്ട് വേറെ ആരും ഇറങ്ങിയിട്ടില്ല. ഞാനുണ്ട്, താനിയുണ്ട്, പൊന്നൂസുണ്ട്, അഭിയാനുണ്ട്, ലയുണ്ട്. ബാക്കി അമ്മയും മുത്തച്ഛനും അമ്മ ഒന്നും ഇറങ്ങിയില്ല. അമ്മൂന് ഭയങ്കര ക്ഷീണമാണ്. അപ്പോൾ ഉറങ്ങി ഓളം ഉറങ്ങി കിടക്കാണ്ട പോലെ ഉറങ്ങി വീണ്ടും വണ്ടിയിൽ. നമ്മളിതെല്ലാം ഒന്ന് കാണാൻ ചുറ്റിക്കാണാന്നെല്ലാം വെച്ച് ഇതൊന്നും കണ്ടിട്ടില്ല. ഇത് ഇങ്ങനെ എന്നാൽ ഭയങ്കര തിരക്കിലവിടെ ഇരിക്കുക, ക്യൂ നിൽക്കുക എന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല. സത്യമായിട്ടും ഗുരുവായൂർ പോയിട്ട് പുറത്തുനിന്ന് തോന്നുന്ന തന്നെ കേട്ടോ സുഖം. എൻ്റെ ഒരു ഇത് തോന്നലാണ്. കാരണം രാത്രി 11:30 ക്യൂ നിന്നിട്ട് 8 മണി വരെ ക്യൂ നിന്ന്, എന്നിട്ടോ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു മിന്നായം പോലെ കണ്ടു എന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഇത് ഞാൻ അവിടെ ഒരുപാട് കൃഷ്ണനെ കണ്ടിട്ട് ഞാൻ ജസ്റ്റ് അവരോട് ചോദിച്ചു ഞാനൊന്ന് വീഡിയോ എടുത്തോട്ടെ. അങ്ങനെ വീഡിയോ എടുത്തിട്ട് ഈ നടുക്കുള്ള കൃഷ്ണനെ ഭയങ്കര എന്തോ ഒരു രസമില്ലേ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇനി നമ്മൾ ഒന്നും കൂടി നടന്ന് ഇത് എപ്പോഴും യൂട്യൂബിലെല്ലാം കാണുന്നൊരു സ്പോട്ടാട്ടോ. എൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. ഒരു ആൽമരത്തിൻ്റെ താഴെ ഒരുപാട് സാധനങ്ങൾ, ചെറിയ പൈസക്ക് ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പം അതെല്ലാം വാങ്ങി ഭയങ്കര ടയേർഡായി. താനി ഉറങ്ങി. ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞാൽ ഇനി എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ള രീതിക്ക് ആയി. അപ്പോഴത്തേക്ക് നമ്മൾ വേറൊരു അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചിരുന്നു. അത് പോകാൻ പറ്റിയിട്ടില്ല. കാരണം ഇവിടുന്ന് ഗുരുവായൂരിന് പിന്നെ ഒരുപാട് ദൂരമുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അതും ക്യാൻസലാക്കി നമ്മൾ കാടാമ്പുഴയിലേക്ക് പോയി. അപ്പോൾ ഇതാട്ടോ കാടാമ്പുഴ. ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ട് വരുന്നു. അപ്പം സൂപ്പർ, നല്ല രസമുണ്ട്. അങ്ങനെ ഗുരുവായൂരെപ്പോലെ അങ്ങനെ ഒരു തിരക്കും കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. സിമ്പിളായിട്ട് വേഗം പോയി വരാൻ പറ്റുന്നു. ഇവിടെ തേങ്ങയാന്ന് തോന്നും, പിന്നെ തേങ്ങ ഉടക്കലാന്ന് തോന്നും കാര്യമായിട്ട് ഉള്ള. കാരണം ഒരുപാട് ആൾക്കാർക്ക് അതിൽ ഒരുപാട് തേങ്ങ, ഒന്നും രണ്ടൊന്നുമല്ല, ഒരു 10-30 തേങ്ങ ഓരോ ബണ്ടിലാക്കിയിട്ട് എല്ലാവരും കൊണ്ടുപോകുന്നു മുട്ടുന്ന്. അപ്പോൾ അതാന്ന് തോന്നുന്നു ഇവിടുത്തെ എന്താ പറയുക ആ സംഭവം തന്നെ. അപ്പം അങ്ങനെ അത്ര വലിയ തിരക്കൊന്നും. നമ്മൾ വേഗം പോയി തൊഴുത്. ഇത് അവിടുത്തെ കുളമാട്ടോ, പക്ഷെ അങ്ങനെ വൃത്തിയൊന്നുമില്ല. പക്ഷെ എന്തോ രസം കാണാം. താനിങ്ങനെ നോക്കി നിൽക്കല കണ്ട തേങ്ങ ഓരോ ചാക്കിലാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നു. അപ്പം താനും പൊന്നൂസ് ഇവിടുന്ന് കളിക്കലാന്ന്. അപ്പോൾ അമ്മുനോട് നമ്മൾ നല്ല ഫോട്ടോ എടുക്ക്. അപ്പോൾ അമ്മ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാട്ടോ ഇങ്ങനെ പുറത്താട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. ഉള്ളിൽ കയറിക്കഴിഞ്ഞ് ഇപ്പം പുറത്ത് പ്രദക്ഷിണം വരും. അപ്പോൾ ഇങ്ങനെ വെള്ളത്തിൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അത് എവിടെന്നാന്ന് ഇങ്ങനെ തിരിയുന്നില്ല. നമുക്ക് അപ്പുറത്ത് വെള്ളമുണ്ട്, ഇങ്ങനെ കുത്തി ഒലിക്കൂലേ, അതുപോലെ സ്റ്റെപ്പിലോട്ടിങ്ങനെ ഒഴുകുന്നു. അപ്പോൾ ഇവിടെ പായസം സൂപ്പർ പായസം കേട്ടോ. അവിടുത്തെ നമ്മൾ വാങ്ങുകയെല്ലാം ചെയ്തിന്. അടിപൊളി പായസം, പായസം തന്നെ. ബോട്ടിലും ഉണ്ട്, പിന്നെ നമ്മൾ അരവണ പോലത്തെ ഇല്ലേ അതിൻ്റെ വേറൊരു സംഭവമുണ്ട്. അപ്പം രണ്ടും വാങ്ങിന്. കാരണം ഉച്ചക്ക് ഒരു 8-9 മണിക്ക് ഭക്ഷണം കഴിച്ച് പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഒരു 3-4 ബോട്ടിൽ പായസം വാങ്ങി. ആ പായസം വണ്ടിയിൽ നിന്ന് തന്നെ നമ്മൾ അകത്താക്കുകയും ചെയ്തിന് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ്. ഇതൊക്കെ ഉണ്ട്, വെള്ളത്തിൻ്റെ സൗണ്ട് കേട്ടിട്ട് നമ്മളിങ്ങനെ പോയി നോക്കലത്ത് ഇവിടുന്ന് നോക്കുമ്പോൾ അപ്പുറത്ത് ഇതൊക്കെ ഉണ്ടാ ഇങ്ങനെ വെള്ളം മേലേന്ന് ഒഴുകുന്നതാണ്. പക്ഷെ നല്ല തണുത്ത വെള്ളം, നല്ല രസമുണ്ട്. കാർമേഘം ഇങ്ങനെ മൂടിക്കെട്ടി ഇപ്പം മഴ പെയ്യുമെന്നുള്ള രീതിക്ക് നമ്മളാരും കുടയെല്ലാം വണ്ടിയിലല്ല. അപ്പോൾ ഒന്നും എടുത്തില്ല, എങ്ങനെയോ പാഞ്ഞ് എടുത്ത്. പൊന്നൂസ് ഇതൊക്കെ കണ്ട പായസം എന്തെല്ലാം വാങ്ങിയെന്ന് നോക്കല. അപ്പം വേഗം ഒരു ചായ കുടിക്കണം. 4 മണിയെല്ലാം കഴിഞ്ഞ് 4:30 കഴിഞ്ഞ്. അപ്പോൾ ഒരു ചായ സ്പോട്ട് കണ്ട്, പക്ഷെ അത്ര ഒന്നും കൊള്ളത്തില്ല കേട്ടോ. താനിക്ക് ഇഷ്ടമായതെല്ലാം, പക്ഷേങ്കിൽ ഒന്നും അത്ര തണുത്ത് മരവിച്ച പോലത്തെ
വല്ലാത്തൊരു സങ്കടത്തിലായിപ്പോയി. കാരണം എന്നാൽ അത്ര തൃപ്തിയൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇനി ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ടില്ല, അത് സ്കിപ്പായി. ഇനി അമ്മു പറഞ്ഞ് നമുക്ക് കുറ്റിച്ചിറ ബിരിയാണി കഴിക്കാം, ബീഫ് ബിരിയാണി കഴിക്കാമെന്നെല്ലാം പറഞ്ഞ് സെറ്റായി. നോക്കുമ്പോൾ നമ്മൾ അങ്ങ് എത്തുമ്പോഴത്തേക്ക്, കോഴിക്കോട് എത്തുമ്പോഴത്തേക്ക് കുറ്റിച്ചിറ സ്പോട്ടിലെ അത് ക്ലോസ് ആകുമ്പോൾ നമ്മൾ വിളിച്ച് ചോദിച്ച് ക്ലോസ് ആകും. അപ്പം നമ്മൾ എന്നിട്ട് എവിടെയോ പോയ പേര് മറന്നുപോയി. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പോക്കായി. തിരിച്ച് നാട്ടിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഈ ബോംബെ ഹോട്ടലിൽ നിന്നാണ് തോന്നുന്നു. അതെ, ബോംബെ ഹോട്ടലിൽ നിന്ന് കേട്ടോ നമ്മൾ ബിരിയാണി കഴിച്ചത്. സൂപ്പർ ബിരിയാണി, ഭയങ്കര ഇഷ്ടമായി. നല്ല ആൾക്കാരും നല്ലത്. എന്തോ തൊട്ടപ്പുറം കടലാട്ടോ, കോഴിക്കോട് കടൽ. അത് ഭയങ്കര പക്ഷേ കോഴിക്കോട് കടലിൽ പോകണം, മിഠായി തെരുവിലല്ലോ ഒന്ന് കറങ്ങണം എന്നെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ലേറ്റായി. നമ്മളിനി വീട്ടിലെത്താൻ തന്നെ ഒരുപാട് നേരമാവും. ഇവിടെ കോഴിക്കോട് എത്തിയെന്നില്ലേ ഉള്ളൂ. അപ്പം താനിക്ക് എന്താ മാമനും മോളും അല്ല, അച്ഛനും മോളും ആണ് എന്തെല്ലോ കിസ്സ പറയുന്ന. അപ്പുറത്ത് പൊന്നൂസുണ്ട്, ഇങ്ങേപ്പുറത്ത് അമ്മ ഇരിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഒരു ഇതിലായിട്ട് ഇരിക്കുന്നുണ്ട്, വെയിറ്റ് ചെയ്യുന്നു. ഉച്ചക്കേ ഫുഡൊന്നും കഴിക്കാത്തില്ല. ഇതാരോ ഭക്ഷണം കഴിച്ചിട്ട് നമ്മളവിടെ ഇരുന്നതാട്ടോ. അപ്പോൾ എല്ലാവർക്കും, മൂത്തച്ഛന് ചിക്കൻ ബിരിയാണി, പൊന്നൂസിന് ചിക്കൻ ബിരിയാണി. താനിക്ക് വേണ്ട, താനിക്ക് നമ്മൾ ഇതൊന്നും എടുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഒരു എക്സ്ട്രാ ചിക്കൻ പീസും കൂടി താനിക്ക് പറഞ്ഞു. താനിക്ക് കാല് വേണമെന്ന് പറഞ്ഞിട്ട്. ഇരുപത്ത് കിട്ടിയ അച്ചാറല്ലേ, സൂപ്പർ ഈത്തപ്പഴം, എന്ത് അച്ചാറാണെന്നറിയില്ല, ഒടുക്കത്തെ ടേസ്റ്റ്. നല്ല, നമ്മൾ 3 പ്രാവശ്യമായിട്ട് അച്ചാർ വാങ്ങിന്. സൂപ്പർ ടേസ്റ്റ്, നല്ല അടിപൊളി ബീഫ് ബിരിയാണി കേട്ടോ. താനിക്ക് ബീഫ് കൊടുത്തിന്, പക്ഷെ ഓക്ക് ചിക്കനും വേണമെന്ന് പറഞ്ഞിട്ട് ചിക്കൻ വാങ്ങി. ഇപ്പം ഇതാ, പിന്നെ കുഞ്ഞ് രണ്ടാൾക്കും കൂടി ഐസ്ക്രീമും വാങ്ങി. അത് ഒച്ചയൊക്കെ അങ്ങ് പോയിട്ട് തിന്നലാണ് കേട്ടോ. നമുക്കാർക്കും തരാണ്ട് ഇപ്പുറത്തുനിന്ന് ഒരാൾ ഐസ്ക്രീം കുടിക്കുന്നു, അപ്പുറത്തുനിന്ന് ഒരാൾ ഐസ്ക്രീം കുടിക്കുന്നു. പൊന്നൂസിന് ഷെയ്ക്കും. അപ്പോൾ ഇതാട്ടോ നമ്മൾ കയറിയത്. സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. പിന്നെ നേരെ വീട്ടിലേക്ക്.